ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കല്യാണ സീസൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കസിൻസിൻ്റെ കല്യാണത്തിന് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വർക്കാണ് കേട്ടോ ഇത്. അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇതിൽ എല്ലാതൊന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം അത്യാവശ്യം നല്ല തിരക്കായതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരേ മെറ്റീരിയൽ തന്നെ പല മോഡലിലാണ് വർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന മോഡൽ. ഇതിൽ സ്കേർട്ടും പിന്നെ നീ ലെങ്ത്ത് വരുന്ന ഓപ്പൺ ടോപ്പാണ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിന് നെറ്റ് ഷാളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഷാളിൻ്റെ 4 ഭാഗത്തായിട്ട് നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഡ്രസ്സിൻ്റെ ഫൈനലായിട്ടുണ്ടായിരുന്ന ലുക്ക് വന്നിട്ടുള്ളത്. ഫുൾ സ്ലീവിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമ്മളൊരു സറാറ മോഡലിൽ വരുന്ന അംബർല പാൻറ്റും പിന്നെ ഓപ്പൺ ടോപ്പാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ഒരു ഗൗണാണ് കേട്ടോ. ഒരു ഓവർ കോട്ട്, നെറ്റിൽ വരുന്ന ഒരു ഓവർ കോട്ട് വന്നിട്ട് അതിന് ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു മോഡലിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഗൗൺ സെറ്റാണ്. ഹൈനെക്കാട്ടോ ഇതിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. ഇതാണ് കേട്ടോ നമ്മളെ ഓവറോൾ ലുക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന നമ്മളെ കല്യാണത്തിൻ്റെ ഓവറോൾ ലുക്ക് വന്നിട്ടുണ്ട്. ബ്രൈഡിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്ന ഡ്രസ്സിൻ്റെ ലുക്കാണ് കേട്ടോ ഇത്. പിന്നെ അതിൽ തന്നെ സറാറയിൽ ചെയ്തെടുത്ത ഒരു മോഡലാണിത്. പിന്നെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഹൈനെക്കിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ഫ്രോക്കും ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തതായിട്ട് അടുത്ത കല്യാണത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ് ഇത്. ഒരേ മെറ്റീരിയൽ തന്നെ എല്ലാവർക്കും ഒരേ മോഡലാട്ടോ ഈ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതും അത്യാവശ്യം ഹെവി വർക്ക് വരുന്ന മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് അനാർക്കലി മോഡലിലാണ്. ഇതിൽ യോക്ക് പാർട്ടിൽ നമ്മൾ അത്യാവശ്യം നല്ല വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടിഭാഗത്തേക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിന് പലാസോ പാൻറ്റാണ് കേട്ടോ. പാൻറ്റിൽ ചെറുതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതിൻ്റെ ഷോളിന് ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഈ വർക്ക് വരുന്നത്. ഇതാട്ടോ കസ്റ്റമർ ഇട്ടിട്ടുണ്ടായിരുന്ന ലുക്ക്. പിന്നെ ബേബീസിന് വേണ്ടി ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ്. ബാക്കിൽ ബോയ് കൊടുത്തിട്ട് ഒരു പ്ലീറ്റഡ് സ്കേർട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്കേർട്ടിന് നമ്മൾ അത്യാവശ്യം ഫ്ലെയർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ സ്കേർട്ട് ആൻഡ് ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു അംബർല സ്കേർട്ടും അംബർല പാൻറ്റും പിന്നെ ഒരു ഷോർട്ട് ടോപ്പുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഇത് ഈ ഡ്രസ്സിൻ്റെ ലുക്ക് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുണ്ടായിരുന്നത് ഒരു സിസ്റ്ററിന് വേണ്ടി ബ്രൈഡിൻ്റെ ഗ്രൂമിൻ്റെ സിസ്റ്ററിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന വർക്കാണ്. ഇതിൽ അത്യാവശ്യം നല്ല മെറ്റീരിയൽ യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ അടിയിൽ സ്കേർട്ടും മേലൊരു അനാർക്കലി ടോപ്പുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഷാളിൽ അത്യാവശ്യം നല്ല ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ലുക്ക്.